അതിൻ്റെ ഇടയിൽ ഈ അനധികൃതമായി ഡാം കെട്ടുക, അതിനൊന്നും അവർക്ക് അധികാരമില്ല. അത് മറ്റ് വലിയ ഡാമുകളിലേക്ക് ഒഴുകി വരുന്ന നീരുറവാണ്, അത് തടയാനൊന്നും അവർക്ക് യാതൊരു അധികാരമില്ല. അല്ല, ഏത് സമയത്തും CPI ഞങ്ങളല്ലേ ഒഴിപ്പിക്കുന്നത്, പിന്നെ ആരെ എതിർക്കുന്നത്? അല്ല, പാർട്ടി ആഫീസ് വിളിക്കുക, പാർട്ടി ഓഫീസ് വിളിക്കുക, അവൻ്റെ കൈവിട്ട് ഞങ്ങൾ എങ്ങനെ പാർട്ടി ഓഫീസ് വിളിക്കുക? 50-60 കൊല്ലങ്ങൾക്ക് മുമ്പ് വില കൊടുത്ത് വാങ്ങിയൊരു സ്ഥലമാണ് പട്ടംനാട് പിള്ളയുടെ കാലത്ത് തിരുവനന്തപുരം പ്രദേശങ്ങളിൽ നിന്ന് അവിടെ നിന്നുള്ള ആളുകളെ സർക്കാർ പ്രോത്സാഹനം കൊടുത്ത് അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടാണ് അവിടെ മനുഷ്യന്മാർ ആദ്യം ഉണ്ടായത്. അവരിന്ന് കയ്യേറ്റക്കാർ പറയാൻ പറ്റുമോ? അതെ അതെ, അവിടെ നമ്മൾ കൊണ്ടുപോയി CPIയുടെ അല്ല ഞാൻ പറയുന്നത്. മൂന്നാർ ഭാഗത്ത് ഇടുക്കിയുടെ പല പ്രദേശങ്ങളിലും അതെ കുടിയേറ്റക്കാരെ അവിടെ വരുന്നത് ഗവൺമെന്റ് തന്നെ പ്രോത്സാഹനം കൊടുത്ത് താമസിപ്പിച്ചതാണ്. അന്ന് തുടങ്ങിയാണ് ഈ കുടിയേറ്റ പ്രവണതകളുണ്ടായത്. ആ കുടിയേറ്റക്കാരൊക്കെ പറഞ്ഞാൽ രാജ്യം മുഴുവൻ വെട്ടിവെളുപ്പിക്കുകയല്ല, അവരൊരു ഏക്കറോ 50 സെൻറ്റോ ഒരു വീടും വെച്ച് അവിടെ ജീവിക്കാനുള്ള ചെറിയ എന്തെങ്കിലും കൃഷി ചെയ്യുന്ന ആളുകളാണ് അവരൊക്കെ കുടിയേറ്റക്കാരാണ് പറയുന്നത്. അന്ന് അവിടുത്തെ തോട്ടം മേഖലകളിൽ കടന്നു കയറാനിടയില്ലാത്ത ഒരവസ്ഥ വന്നപ്പോൾ അവിടെ ഞങ്ങൾക്കൊരു ആസ്ഥാനം വേണമെന്നുള്ളത് കൊണ്ട് അന്ന് രാജാവിൻ്റെ കാലത്ത് പട്ടയമുണ്ടായിരുന്ന ഭൂമി വില കൊടുത്ത് വാങ്ങിയ ഒരു ആഫീസാണത്. ഈ അച്യുതാനന്ദ പറയുന്ന മുഖ്യമന്ത്രിയും ഈ ആഫീസിൽ വന്ന് കിടന്നിട്ടുണ്ട്. ആ കാലത്ത് 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടായി. ആ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഇലക്ഷൻ വർക്കിൻ്റെ ചുമതല ഈ അച്യുതാനന്ദനായിരുന്നു. അവിടെ അന്ന് ഈ ആഫീസ് കിടന്നു. അന്ന് വില കൊടുത്ത് വാങ്ങിയൊരു സ്ഥലമാണ് 57 എന്ന് പറഞ്ഞാൽ ഇന്ന് എത്ര കൊല്ലമായി? 60 കൊല്ലമില്ലേ?